വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. സുബഹി നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുവാൻ റോഡ് മുറിച്ചു കടക്കവേ ലോറി ഇടിച്ച് 65-കാരൻ മരിച്ചു. നിലമ്പൂർ ചെറുപൊത്തുകുന്ന് സ്വദേശി കറളിക്കാട്ടിൽ മജീദാണ് മരിച്ചത്. മമ്പാട് പഞ്ചായത്തിലെ നെടുഞ്ചീരി മലയിൽ വിള്ളൽ സംഭവിച്ചതായ വിവരത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓപ്പറേഷൻ തൂഫാൻ. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട മമ്പാട് ഓടായിക്കൽ സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. മേത്തലയിൽ സുഹൈബ് എന്ന മത്തായിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. ഇന്ന് അതിരാവിലെ തന്നെ ഒരു അപകടമാണ് നിലമ്പൂരിൽ ഉണ്ടായത്. നിലമ്പൂർ നഗരത്തിലാണ് ഈ അപകടമുണ്ടായത്. സുബഹി നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകവെയാണ് 65-കാരൻ ലോറി ഇടിച്ചു മരിച്ചത്. നിലമ്പൂർ ചെറുപൊത്തുകുന്ന് സ്വദേശി കറളിക്കാട്ടിൽ മജീദ് എന്നയാളാണ് വാഹനമിടിച്ച് മരണപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് അപകടം. നിലമ്പൂർ ടൗണിലെ മസ്ജിദുർ റഹ്മാനിൽ നമസ്കാരത്തിനായി പോകവെയാണ് അപകടമുണ്ടായത്. CNG റോഡ് സീബ്ര ലൈനിലൂടെ മുറിച്ചു കടക്കവേ പച്ചക്കറിയുമായി ഇതുവഴി വന്ന ലോറി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം നടന്ന ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ നെടുഞ്ചീരി മലവാരത്തിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തി. ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തി. സ്ഥിതി ഗുരുതരമാണെന്നും ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലിയുടെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, വാർഡ് മെമ്പർമാരായ രജീഷ് ഇട്ടൂപ്പത്ത്, രാജേഷ് വീട്ടിക്കുന്ന്, ജില്ലാ ജിയോളജിസ്റ്റ് റീന നാരായണൻ, അമൃത വി, ഓഫീസർമാരായ അജിൽ പ്രകാശ്, പ്രവീൺ കുര്യൻ തോമസ്, നിധിൻ പ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുരേഷ്, SFO ശരത് ബാബു, വാച്ചർമാരായ മനുകുമാർ, വിപിൻ, പ്രദേശവാസി ബിജി കൊമ്പുപുരയിടം എന്നിവർ സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു. വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. മലവാരത്തിനടിയിൽ താമസിക്കുന്ന ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുമെന്ന് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല അറിയിച്ചു.
ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാനമെങ്ങും പോലീസ് ഓപ്പറേഷൻ തൂഫാൻ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി നിരവധിയായ പരിശോധനകൾ ഓരോ ദിവസവും വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തി വന്നിരുന്ന ആളുകളെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. മമ്പാട് ഓടായിക്കലിൽ ഇന്ന് നിരവധി ലഹരി കേസുകളിൽ ഉൾപ്പെട്ട ഒരാളെ കാപ്പ ചുമത്തി പോലീസ് ജയിലിലടച്ചു. ഓടായിക്കലിലെ ഷുഹൈബ് മേത്തലയിൽ എന്ന 32-കാരനെയാണ് പോലീസ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത്. ഇയാളെ പിടികൂടുന്ന സമയത്തും ഇയാളുടെ കയ്യിൽ നിന്ന് MDMA പിടിച്ചെടുത്തു. സുഹൈബ് രാസലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഷുഹൈബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മെത്താഫിറ്റാമിനും ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി വീണ്ടും ലഹരി വിൽപ്പന നടത്തിവരികയാണ്. 42 ഗ്രാം MDMAയുമായി മഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. 2 ആഴ്ച മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കൂടാതെ നിരവധി മണൽ കടത്ത് കേസിലും ഇയാൾ പ്രതിയാണ്. പ്രതിയെ വിയ്യൂർ ജയിലിലേക്ക് അയച്ചു. ലഹരി ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ വരും നാളുകളിലും ശക്തമായ നടപടികൾ തുടരും. ഇൻസ്പെക്ടർ ബിനു BS, SI ജാബിർ CP, ASI സുനിത, CPO ജിതിൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, നിബിൻ ദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഇങ്ങനെ വളരെ ശക്തമായി പുരോഗമിക്കുകയാണ്. വളരെ പ്രശംസനീയമായ പോലീസിൻ്റെ ഒരു പദ്ധതിയാണ്. രാസലഹരി ഇങ്ങനെ താഴെ തട്ടിൽ വിദ്യാർത്ഥികളിലേക്ക് അടക്കം വിതരണം ചെയ്യുന്ന, അങ്ങനെ സമൂഹത്തിൽ വലിയൊരു വിപത്തിന് കാരണമാകുന്ന ഈ ഒരു രാസലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുമ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും നടത്തുന്ന ആളുകൾ അല്പമൊന്ന് ഇപ്പോൾ ഈ ഒരു തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി പുറകോട്ട് പോയിരിക്കുകയാണ്. സമൂഹത്തിൽ ഇത് കുറച്ചൊക്കെ സമാധാനവും ശാന്തിയും കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസിൻ്റെ ഈ നടപടികൾ വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P. മേനോൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ കുടുംബ സുരക്ഷാ പദ്ധതിയെ ആദ്യ കാലങ്ങളിൽ വിളിച്ചിരുന്നത് 10 ലക്ഷം പദ്ധതി എന്നായിരുന്നു. 10 ലക്ഷം പദ്ധതി അല്ല കുടുംബ സുരക്ഷാ പദ്ധതി. കുടുംബ സുരക്ഷാ പദ്ധതി ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അടക്കമുള്ള നമ്മുടെ മെമ്പർമാർക്കുള്ള സംരക്ഷണം നൽകുന്നതോടൊപ്പം നിലവിൽ ഏകദേശം 20ഓളം അസുഖങ്ങൾക്ക് എല്ലാ മാസവും ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 250 പേരാണ് ഈ കാലയളവിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. ഈ 250 പേർക്ക് നമ്മൾ 25 കോടി രൂപ വിതരണം ചെയ്യുകയും അസുഖങ്ങൾക്ക് ഡയാലിസിസ്, ക്യാൻസർ, അതേപോലെ നമ്മൾ ഒരുപാട് സർജറികൾ, ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉള്ള തുകകൾ നമ്മൾ വിതരണം ചെയ്ത് 4 കോടിയോളം രൂപ നമ്മൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ വിതരണം ചെയ്തു. അങ്ങനെ ഏകദേശം 30 കോടിയോളം രൂപയാണ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നമ്മൾ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചത്. എന്ന് മാത്രമല്ല, കുടുംബ സുരക്ഷാ പദ്ധതി അതുകൊണ്ടും നമ്മൾ അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിലെ നമ്മൾ പ്രായം കൂടിയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ അരിമ്പ്ര സ്വാഗതം പറഞ്ഞ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് K. ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ, യൂണിറ്റിന്റെ കണക്ക് എന്നിവയുടെ അവതരണവും വൈൽഡ് ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയമ്പലം, SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ എന്നിവ വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സിബി വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് E. കൃഷ്ണകുമാർ, ട്രഷറർ K. ചന്ദ്രമോഹനൻ, ചാരിറ്റി ട്രസ്റ്റ് ചെയർമാൻ ബാബു ചോയ്സ്, വാണിയമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ, ട്രഷറർ PP സക്കീർ ഹുസൈൻ, വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ മഹാരാജ, യൂസഫ് തെന്നാടൻ, മുജീബ് അലിസൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡന്റായി PP സക്കീർ ഹുസൈനെയും സെക്രട്ടറിയായി സന്തോഷ് അരിമ്പ്രയെയും ട്രഷററായി K. ചന്ദ്രമോഹനെയും തെരഞ്ഞെടുത്തു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം.
എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുന്നു പ്രേക്ഷകരെ. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനപ്രതിനിധികൾ, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ ഉന്നതികളിലെ പ്രൊമോട്ടർമാർ തുടങ്ങിയവരെ വിളിച്ച് വിപുലമായൊരു യോഗം സംഘടിപ്പിച്ചു. 200-ലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ തുഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ഓറിയന്റേഷൻ ക്ലാസ് നൽകി. രാസലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ തുടങ്ങിയവ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് കമ്മിറ്റി രൂപീകരിച്ച് മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ക്ലാസ്സിൽ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ തുഫാൻ ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി താഴെത്തട്ടിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന് വിസിലൂതിയതോടുകൂടി നാടെങ്ങും ആവേശത്തിലാണ്, ആർപ്പ് വിളികളിലാണ്. വിദ്യാലയങ്ങളിലും ലോകകപ്പിൻ്റെ ആവേശം ചെറുതല്ല. കഴിഞ്ഞ ദിവസം വണ്ടൂർ VMC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഫുട്ബോൾ ആവേശം നമ്മൾ കണ്ടിരുന്നു. അതിന് സമാനമായൊരു പരിപാടി തന്നെയാണ് പോരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിച്ചത്. ബാൻഡുമേളവും ഷൂട്ടൗട്ടും ഒക്കെയായി ഈ കായിക മഹോത്സവത്തെ, ലോകത്തിൻ്റെ കായിക മഹോത്സവത്തെ പോരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും വരവേറ്റു.
2026 ലോകകപ്പിന്റെ ആവേശം പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിനെയും പൂർണ്ണമായി കീഴടക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കൊടികളുമേന്തി വിദ്യാർത്ഥികൾ അണിനിരുന്നതോടെ സ്കൂൾ മുറ്റം മിനി ഖത്തറായി മാറി. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ക്യാമ്പസിനെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു ഫുട്ബോൾ ഫാൻസിന്റെ ആഘോഷ പരിപാടികൾ. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ നടന്ന ആവേശകരമായ ഷൂട്ടൌട്ട് മത്സരവും പ്രിയപ്പെട്ട ടീമുകളുടെ ഫാൻസ് ഷോയും ക്യാമ്പസിനെ ആവേശത്തിലാഴ്ത്തി. സ്കൂൾ പ്രിൻസിപ്പൽ വി.കെ. സക്കറിയ, ഹെഡ്മിസ്ട്രസ് ഗീത, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഒ.ജെ. എബ്രഹാം, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി കെ. പ്രഹ്ലാദൻ, PTA പ്രസിഡന്റ് ഷമീർ, SMC ചെയർമാൻ സിദ്ദീഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓരോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ കുട്ടികൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ടുള്ള വളരെ നല്ലൊരു ഫാൻ ഷോ മത്സരവും അതുപോലെ തന്നെ ഷൂട്ടൌട്ടുമാണ് ഇന്ന് ഇവിടെ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് നടന്നിട്ടുള്ളത്. പ്രധാനമായും ബ്രസീല്, അർജന്റീന, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് എന്നീ ടീമുകളിൽ നിന്നാണ് ഈ കുട്ടികൾ 5 വീതം കുട്ടികളെ ആ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് ഷൂട്ടൌട്ട് നടത്തിയിട്ടുള്ളത്. പിന്നെ പ്രവചനമാണോ എന്തോ അറിയില്ല, എന്തായാലും ഹൈസ്കൂൾ വിഭാഗത്തിലും ആ ഷൂട്ടൌട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ബ്രസീലാണ്. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ബ്രസീലാണ്. പട്ടിക്കാടൻ കുടുംബ സംഗമം ഞായറാഴ്ച വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 2000-ലധികം കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടിക്കാടൻ സലാം ഹാജി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനാണ്. 10 മണിക്ക് ഞങ്ങളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് ചെറിയ നാസ്തയ്ക്ക് വെച്ചാണ് പരിപാടി തുടങ്ങും. ഉച്ചക്ക് 12 മണിക്ക് ഞങ്ങളുടെ പരിപാടി ഉച്ചക്കത്ത് അവസാനിക്കുമ്പോൾ ആ സെക്ഷന് മുന്നോടിയായിട്ട് ഞങ്ങൾ 10 ക്ലാസ്സുകൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പട്ടിക്കാടിൽ തന്നെ വിദഗ്ധമായ പരിശീലനം ലഭിച്ച് അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള പ്രഗത്ഭരായ ആളുകളെ കൊണ്ട്, അതായത് ഉസ്താദുമാരുണ്ട്, ബാക്കഫിമാരുണ്ട്, അഡ്വക്കറ്റ് ഉണ്ട്, പ്രൊഫസറുണ്ട്, പിന്നെ ഡോക്ടർമാരുണ്ട്, അതേപോലെ ITA ക്ലാസ്സിലെ പ്രൊഫസർ മാഷുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ക്ലാസ്സുകൾ, കുടുംബങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ വെച്ചുകൊണ്ടാണ് ഈ പരിപാടികൾക്ക്. വളരെ വാർത്താ സമ്മേളനത്തിൽ പട്ടിക്കാടൻ അബ്ദുൾ സമദ്, പട്ടിക്കാടൻ ഷാനവാസ്, പട്ടിക്കാടൻ സിദ്ദീഖ്, പട്ടിക്കാടൻ മുജീബ് എന്നിവർ പങ്കെടുത്തു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുബഹി നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുവാൻ റോഡ് മുറിച്ചു കടക്കവേ ലോറി ഇടിച്ച് 65-കാരൻ മരിച്ചു. നിലമ്പൂർ ചെറുപൊത്തുകുന്ന് സ്വദേശി കറളിക്കാട്ടിൽ മജീദാണ് മരിച്ചത്. മമ്പാട് പഞ്ചായത്തിലെ നെടുഞ്ചേരി മലയിൽ വിള്ളൽ സംഭവിച്ചതായ വിവരത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓപ്പറേഷൻ തൂഫാൻ. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട മമ്പാട് ഓടായിക്കൽ സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. മേത്തലയിൽ സുഹൈബ് എന്ന മത്തായിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി.
അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,